13/3/2024 ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇതിൽ ഇന്നത് ഒറ്റൊരു ദിവസം കൊണ്ട് ഇവിടെ ലഭിച്ച പ്രോഫിറ്റ് എന്ന് പറയുന്നത് KSP ചിട്ടിയിൽ ചേരാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ ചിട്ടിയിൽ ചേരുന്നവർക്കും കയ്യിൽ ലഭിക്കുന്ന ആ ഒരു ചിട്ടി തുക ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റിസ്ക് കുറഞ്ഞതും അതുപോലെ തന്നെ നല്ല റിട്ടേൺ ലഭിക്കുന്നതുമായ ഒരു ഓപ്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുകൂടാതെ തന്നെ നല്ലൊരു എമൗണ്ട് കൈവശമുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നല്ലൊരു റിട്ടേൺ ലഭിക്കുന്നതായിരിക്കും. KSBയുടെ മൾട്ടി ഡിവിഷൻ ചിട്ടി തുക ലഭിക്കുവാൻ രണ്ട് വഴികളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് നിരക്കെടുപ്പും മറ്റൊന്ന് 3 ഓപ്ഷനുമാണ്. ഇവിടെ ഉദാഹരണത്തിനായി ഒരു വ്യക്തിക്ക് ഓപ്ഷൻ വഴി 3.5 ലക്ഷം രൂപ ലഭിച്ചു എന്ന് കരുതുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുവാൻ cchart.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ പോയി നമ്മുടെ എത്ര രൂപയുടെ ചിട്ടിയിലാണ് നാം ചേരുന്നതെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് നാം ഓപ്ഷൻ വഴിയാണ് നമുക്ക് ആ ഒരു ചിട്ടി തുക ലഭിച്ചു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ഓപ്ഷൻ എമൗണ്ട് ഇവിടെ നാം എൻ്റർ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പ്രൈസ് മണി നമുക്ക് ലഭിക്കുമെന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് നമ്മുടെ പ്രൈസ് മണിയും അതുപോലെ ഫോർമാൻ കമ്മീഷനും ഒക്കെ കഴിച്ച് എത്ര എമൗണ്ട് നമുക്ക് ലഭിക്കുമെന്ന് ഈ ഒരു സൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. ഇങ്ങനെ ലഭിച്ച ഈ ഒരു തുക നമുക്ക് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ അത് KSBയിൽ തന്നെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രൈസ് മണി നാം ഇത്തരത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 7.1 ആണ് ഒരു വർഷം നമുക്ക് പലിശ ലഭിക്കുന്നത്. ഇത്തരത്തിൽ 3.5 ലക്ഷം നാം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം 24,850 രൂപ നമുക്ക് പലിശയായി ലഭിക്കുന്നു. ഇത് ഒരു മാസം നാം കണക്കാക്കിയാൽ ഏകദേശം 2,070 രൂപയോളം നമുക്ക് പലിശയായി തന്നെ ലഭിക്കുകയാണ്. കുറച്ചൊന്ന് നാം റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് റിട്ടേൺസ് നേടാം. ഇതിനായി ആദ്യമായിട്ട് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലാണ് നാം ഈ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന് എന്ന് കേൾക്കുമ്പോൾ മിക്കവാറും എല്ലാവർക്കും പേടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ. എന്നാൽ ചെറിയ റിസ്ക് അല്ലെങ്കിൽ തീർത്തും അവഗണിക്കാവുന്ന റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നാം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നാം എത്ര അനാലിസിസ് ചെയ്താലും ഒരുപക്ഷെ ആ ഒരു കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കിന്റെ വാല്യൂ താഴോട്ട് ഇടിഞ്ഞിടിഞ്ഞ് വരികയായിരിക്കും. കാരണം ഉദാഹരണമായി യെസ് ബാങ്ക് ഒരു ബാങ്കിങ് ഷെയർ ആയിട്ട് തന്നെ 400 രൂപയ്ക്ക് അടുത്തോളം ഉണ്ടായിരുന്ന ആ ഒരു ഷെയറിന്റെ ഒരു പ്രൈസ് ഇന്നിപ്പോൾ 21 രൂപയിലാണ് ഉള്ളത്. അപ്പോൾ മറ്റെന്താണ് മാർഗം? അതിനുള്ള ഒരു ഉത്തരമാണ് നിഫ്റ്റി ബീസ്. നിഫ്റ്റി 50യിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള 50 സ്റ്റോക്കുകളിലാണ് നിഫ്റ്റി ബീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റവും. എന്നാൽ ഒരു സ്റ്റോക്ക് പോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കിൽ നാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ ഒരിക്കലും സീറോ ആകില്ല. അതുപോലെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്ക് വാങ്ങാനുള്ള ആ ഒരു സമയം നമുക്ക് ചെലവാക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓൺലൈനായി ഓപ്പൺ ചെയ്യാവുന്നതാണ്. സാധാരണയായി നിഫ്റ്റി 50 100 പോയിന്റ് കുറയുമ്പോഴാണ് നിഫ്റ്റി ബീസ് ഏകദേശം 1 രൂപ കുറയുന്നത്. ഇത്തരത്തിൽ ഡെയിലി മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്ത്, അതായത് 3:30 മാർക്കറ്റ് ക്ലോസ് ആവുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഏകദേശം ഒരു 3:15 കൂടി നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യുക. ഏകദേശം 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈവശമുള്ള 3 ലക്ഷത്തിന്റെ 4 ഭാഗമായിട്ട് വിഭജിക്കുക. അങ്ങനെയെങ്കിൽ 87,500 രൂപയായിരിക്കും അതിന്റെ ഒരു ഭാഗം. ഈ ഒരു ഭാഗം നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ തൊട്ടടുത്ത ദിവസവും ഇതുപോലെ തന്നെ നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ വീണ്ടും നമ്മുടെ കൈവശമുള്ള ആ രണ്ടാമത്തെ ഭാഗം, അതായത് 87,500 രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്തരത്തിൽ കണ്ടിന്യൂ ആയി നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എപ്പോൾ വിൽക്കാം എന്ന് നമുക്ക് നോക്കാം. തുടർച്ചയായി നിഫ്റ്റി 50യിൽ ഇടിവ് ഉണ്ടായാൽ നമ്മുടെ കൈവശമുള്ള പണം എല്ലാം നാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ നിഫ്റ്റി 50 താഴെ പോകുമ്പോൾ നമ്മൾ 4 ഗഡുക്കളായിട്ടുള്ള ആ ഒരു എമൗണ്ട് നാം ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നിഫ്റ്റി ബീസിൽ നാം ആവറേജ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഉദാഹരണത്തിന് 22,500 നിഫ്റ്റി 50 ഉള്ളപ്പോൾ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. പിന്നീട് നിഫ്റ്റി 50 താഴേക്ക് വരുമ്പോൾ ഓരോ 100 പോയിന്റ് അല്ലെങ്കിൽ ഓരോ 100ൽ കൂടുതലുള്ള പോയിന്റ് ഉള്ളപ്പോഴും നാം ഇത്തരത്തിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നീട് നിഫ്റ്റി 50 ഈ 22,500 കടന്ന് മുകളിലോട്ട് കുതിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് വിൽക്കാവുന്നതാണ്.
ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ഇൻവെസ്റ്റ് ചെയ്താണ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 13/3/2024 നിഫ്റ്റി ഏകദേശം 300 പോയിന്റോളം ഇടിവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പെയാണ് ഈ ഒരു നിഫ്റ്റി പീസ് ഒരു 500 പൗണ്ട് ഇട്ടി 243.69 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിൽ ഞാൻ ബൈ ചെയ്തത്. ഇനി നെക്സ്റ്റ് ഡേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഡേ നമുക്കറിയാം നിഫ്റ്റി അപ്പ് മൂവ്മെന്റ്സ് ആണ് നൽകിയത്. അപ്പോൾ ആ ഒരു ദിവസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 820 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഈ ഒരു ദിവസം കൊണ്ട് ഈ ഒരു നിഫ്റ്റി പീസ് ഇൻവെസ്റ്റ്മെന്റ് തന്നത്. അതായത് 148 പോയിന്റ് ആണ് നെക്സ്റ്റ് ഡേ ഇത് ഈ ഒരു നിഫ്റ്റി അപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ നൽകിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 820 ആണ്. ഇത് 1-2 ദിവസം ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നും ഇതുപോലെ സംഭവിക്കണമെന്നില്ല. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ നിഫ്റ്റി താഴോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആവശ്യമുള്ള ആ ഒരു എമൗണ്ടിന്റെ ഒരു പാർട്ടും കൂടി നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ തുടരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നീട് ആ ഒരു അതിന്റെ റിവേഴ്സ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് ഈ ഒരു സ്ട്രാറ്റജി വഴി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൽ റിസ്ക് എന്താണ്? നിഫ്റ്റി പീസിൽ ഒന്നിൽ കൂടുതൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ ഒരിക്കലും മുകളിൽ പറഞ്ഞ പോലെ സീറോ ആകില്ല. എന്നാൽ മാർക്കറ്റിൽ തുടർച്ചയായി ഇടിവുണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം പ്രോഫിറ്റ് ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ എക്കണോമിയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് കൂടുതൽ ഇടിവിന് സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാലം ഇതിന്റെ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.